വീണ്ടും ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലെ ഒരു സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദാനിയേലിന് മറുപടി കൊടുക്കുവാൻ സ്വർഗത്തിൽ നിന്നും കടന്നു വന്ന ഗബ്രിയേൽ വരുമ്പോൾ പാർസി രാജ്യത്തിൻ്റെ മേളിലിരിക്കുന്ന പാർസി പ്രഭുവാകുന്ന പൈശാചിക അധികാരികൾ ഗബ്രിയേലിനെ തടയുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്നും പെട്ടെന്ന് മിഖായിലിനെ അവിടേക്ക് വിടുന്നു. മിഖായിൽ പ്രത്യേകിച്ച് ഇസ്രയേലിന് വേണ്ടി സെലക്റ്റഡ് ദൂതനാണ്. മിഖായിൽ വന്നിട്ട് പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ഗബ്രിയേൽ പെട്ടെന്ന് ഭൂമിയിലേക്ക് വന്ന് ഹിദ്ദയ്ക്കൽ എന്ന മഹാനദി തീരത്ത് വന്ന് ദാനിയേലിന് മറുപടി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, എനിക്ക് തിടുക്കമുണ്ട്, എനിക്ക് മടങ്ങിപ്പോകണം. കാരണം നിങ്ങളുടെ പ്രഭുവായ മിഖായേൽ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടി അവിടെ യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനിവിടെ ചെന്ന് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യണം. ഈ ഒരു കാര്യം ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതിനകത്ത് ആഴമായ സത്യങ്ങളുണ്ട്. ഈ സത്യങ്ങളെ ദൈവജനം ഈ അന്ത്യകാലത്ത് ഗ്രഹിക്കണം. അതിനുവേണ്ടിയാണല്ലോ ദൈവം ഇങ്ങനെയുള്ള ആഴമായ സത്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് തരുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോഴാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ആരോടെന്നുള്ള ഭാഗമാണ് നമ്മൾ അവിടെ ചിന്തിച്ചത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. എന്നിട്ടാണ് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിന്നെയാണ് അവിടെ 4 അധികാര ഭാഗങ്ങളെക്കുറിച്ച് പറയുന്നത്. വാഴ്ചകൾ അല്ലെങ്കിൽ റൂളേഴ്സ്, അധികാരികൾ അല്ലെങ്കിൽ അതോറിറ്റീസ്, അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, ദി പവർ ഓഫ് ദി ഡാർക്ക് വേൾഡ്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, ദി സ്പിരിച്വൽ ഫോഴ്സസ് ഓഫ് ദി ഈവിൽ. ഈ 4 ഗണങ്ങളെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ 4 ഗണങ്ങൾ ഭൂമിയിലെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ തടയുവാനും ദൈവം സൃഷ്ടിച്ച് അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ നശിപ്പിച്ച് പിശാചിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുവാനുമാണ് പിശാചി വലിയ പദ്ധതി ശൃംഖല ഒരുക്കിയിരിക്കുന്നത്. ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, സ്വർഗത്തിൽ നിന്നും തെറ്റിപ്പോന്ന ശേഷം ലൂസിഫർ ആദമിന് മുൻപുള്ള ഭൂമിയിൽ പൂർവ്വഭൂമിയിലാക്കിയിരുന്നെന്നും ആ ഭൂമിയെക്കുറിച്ച് ചില വാക്യങ്ങൾ നമുക്ക് ബൈബിളിൽ കിട്ടുന്നുണ്ട്. അത് ഈ സാത്താനെക്കുറിച്ചുള്ള ഫുൾ ക്ലാസ്സിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവൻ നിഗളിച്ചപ്പോൾ അവനെ ആട്ടി പുറത്താക്കുന്നു. ഒരുപക്ഷെ അവൻ്റെ കൂടെ റിക്വസ്റ്റ് കൊണ്ടായിരിക്കാം ഇവനെ ആകാശമണ്ഡലത്തിലേക്ക് വിടുന്നു. അത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ആകാശത്തിൻ്റെ അധികാരിയും അവിടെ ഇരിക്കുന്നവനായി ഇവന്. പക്ഷേ ഭൂമിയിലുള്ള മോസ്റ്റ്ലി ആൾക്കാരെ അവൻ്റെ വലയിലാക്കി, അവൻ്റെ തന്ത്രങ്ങളിൽ കൂടി വീഴിച്ചു. ദൈവഭാഗത്തെന്ന് പറയുന്നവരിൽ പോലും നല്ല ശതമാനവും അവൻ്റെ തന്ത്രങ്ങളിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ആഴമായ വചനങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ചെളിവാരിയേറും കല്ലേറും ഒക്കെ വരും. അത് സാരമില്ലെങ്കിലും, കാരണം ഒരാളെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. അപ്പം അങ്ങനെ വലിയൊരു ശൃംഖല കെട്ടിപ്പടുത്തേക്കായി ഇച്ചൂടെ ദേഷ്യം വരാനുള്ള കാര്യം ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞല്ലോ. ഈ ക്ലാസ് സാത്താൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്ന വിഷയം അവൻ്റെ 4 ഭാഗങ്ങളെ ഉദ്ധരിച്ചാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. സാത്താൻ്റെ ആഴങ്ങൾ, സാത്താൻ്റെ അധികാരം, അവൻ്റെ വ്യാപാര ശക്തി, അതുപോലെ തന്നെ സാത്താൻ്റെ തന്ത്രങ്ങൾ. ഈ 4 ഭാഗങ്ങൾ എടുക്കണമെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞതാണ്, അറ്റ്ലീസ്റ്റ് കുറേ ദിവസങ്ങൾ കണ്ടിന്യൂസ് ക്ലാസ് എടുക്കണം. ഈ അരമണിക്കൂർ ക്ലാസ് അല്ല, അറ്റ്ലീസ്റ്റ് ഒരു 4-5 ഹവേഴ്സ് ആ ക്ലാസ്സുകൾ ഞാൻ പലയിടത്തും എടുക്കുന്നതാണ്. അത് പഠിക്കുന്ന ദൈവമക്കൾക്ക് കുറേ ആഴങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കും, സാത്താൻ ഭൂതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. ആർക്കും ഈ സാത്താൻ എന്തുവാ, ഭൂതം എന്തുവാ, ദുരാത്മാവ് എന്തുവാ ഒന്നും അവർക്ക് അറിയുന്നില്ല. അപ്പം ഈ സാത്താൻ എന്താ ഇവൻ ഇത്രയും ദേഷ്യം വരാൻ കാരണം ഇവനൊരു ചക്രവർത്തിയായിട്ട്, ഒരു വലിയ അധികാരമുള്ളവനായിട്ട്, വ്യാപാരത്തിൻ്റെ പേര് ട്രേഡിങ്, ഇപ്പം അമേരിക്കൻ ട്രേഡിങ് പോലെ അവിടെ ട്രില്യൺസാണ് അവരുടെ GDP. അതുപോലെയുള്ളൊരു വലിയ ചക്രവർത്തിയായിട്ട് ആദാമിന് മുൻപുള്ള ഭൂമിയിൽ ഇവൻ വസിച്ചതാണ്. ആദാമിന് മുമ്പുള്ള ഭൂമി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ തെളിവ് ബൈബിളിലുണ്ട്. പക്ഷേ ഈ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 മണിക്കൂർ 4 എപ്പിസോഡുകളുണ്ട്, ആ സബ്ജക്റ്റ് തീർക്കാൻ പറ്റത്തില്ല. അല്ലെ 1-2 വാക്യങ്ങൾ പറയുകയാണ്. ഇവനെ ആട്ടിപ്പുറത്താക്കുന്നു, ആകാശമണ്ഡലത്തിലേക്ക് വിടുന്നു.
അവൻ തിരിച്ചു വന്ന് വീണ്ടും ഭൂമിയിൽ കയറാതിരിപ്പാൻ ദൈവം ഭൂമിയെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് വീണ്ടും പരിശുദ്ധാത്മാവിനാൽ ചുറ്റപ്പെട്ട് ദൈവം പ്രത്യേകം സൂക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വർഗത്തിലെ പാർലമെൻറ്റ് കൂടി അവിടെ പറയുന്നത് മഹാസഭ കൂടിയിട്ട് തീരുമാനമെടുക്കുക. സ്വർഗത്തിലെ മീറ്റിങ്ങുകൾക്കെല്ലാം മഹാസഭ എന്നാണ് പറയുന്നത്. ആവർത്തന പുസ്തകം 9:10 മഹായോഗം. ഒരു പാർലമെൻറ്റ് പോലുള്ള കൂട്ടമാണ് അവിടെ നടക്കുന്നത്. അവിടെ വെച്ചാണ് തീരുമാനിക്കുന്നത്, നമുക്ക് ഭൂമിയെ നമ്മൾ പാർപ്പാനാണല്ലോ സൃഷ്ടിച്ചത്, ഇങ്ങനെ വെറുതെ ഇട്ടേക്കാനല്ലല്ലോ. സോ നമുക്ക് അവിടെ ഒരു പുതിയ ഗണത്തെ സൃഷ്ടിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഉണ്ടായിരുന്നതിനെല്ലതിനെയും വീണ്ടും തിരിച്ചു വിളിക്കുകയാണ്. റീപ്ലനീഷ് എന്നുള്ള ഇംഗ്ലീഷ് പദമാണ്. റീപ്ലനീഷ് എന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഡിക്ഷണറിയിൽ നോക്കാം. ഉണ്ടായിരുന്ന ഒരു സാധനം തൽക്കാലം ഇപ്പോൾ മാറി നിൽക്കുകയോ അപ്രത്യക്ഷമാകുകയോ ചെയ്തതിനെ വീണ്ടും റീകോൾ ചെയ്ത് തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്നതാണ് റീപ്ലനീഷ്. അതേസമയം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഒറ്റ സാധനം മാത്രമേ ദൈവം സൃഷ്ടിച്ചുള്ളൂ, അത് മനുഷ്യനെയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നത് ഗോഡ് ക്രിയേറ്റഡ് ദി മാൻ ഹിസ് ഓൺ ഇമേജ്. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതിൻ്റെ ഒരു ആഴമായ ക്ലാസ് എൻ്റെ സമാഗമന കൂടാരം എന്ന് പറയുന്ന എപ്പിസോഡുകളിലുണ്ട്. അതിൻ്റെ എപ്പിസോഡ് നമ്പർ ഞാൻ ഇതിൻ്റെ ഈ സ്ഥലത്ത് ചേർക്കാം. അത് സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങളുള്ളതുകൊണ്ട് പോലെ മനുഷ്യനും 3 ഭാഗങ്ങളുണ്ടെന്നുള്ള ഒരു ക്ലാസ് ഉണ്ട്. അത് ഞാൻ എൻ്റെ നമ്പർ ഇവിടെ എപ്പിസോഡ് ഇടാം. അപ്പോൾ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാൻ പറ്റും. എന്നാൽ ഈ സാത്താനെക്കുറിച്ചുള്ള ഫുൾ ക്ലാസ് എടുക്കുമ്പോൾ ഈ സബ്ജക്റ്റ് എല്ലാം നമ്മൾ വീണ്ടും ക്ലാസ് എടുക്കുന്നതാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇവൻ പ്രത്യേകം വാച്ച് ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഈ ഇറാൻ യുദ്ധം നടക്കുകയാണ്. ഇതിനിടയിലുള്ള ഗ്യാപ്പ് ടൈമിൽ പ്രത്യേകിച്ച് ഇസ്രയേലും അമേരിക്കയും അവരുടെ മൊസാദും CIA-യും എല്ലാം ഭയങ്കരമായ സ്പൈ വർക്കാണ് നടത്തുന്നത്. ഇവരെ എന്തൊക്കെ ചെയ്യുന്നു, ഇവരെന്തൊക്കെ ആയുധം മേടിച്ചു കൂട്ടുന്നു, ഏതൊക്കെ രാജ്യമാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, പർവ്വത നിരകൾക്കടിയിലും മറ്റും തുരന്നുണ്ടാക്കിയിരിക്കുന്ന ആ ന്യൂക്ലിയർ സ്റ്റേഷൻസിലൊക്കെ വർക്ക് തുടങ്ങിയോ, അത് റീകൺസ്ട്രക്ഷൻ നടക്കുന്നോ, ഇതെല്ലാം അവർ വാച്ച് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അതിനെത്രയോ മടങ്ങപ്പുറമാണ് സാത്താന് ഈ കാര്യങ്ങൾ നോക്കുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് വാച്ച് ചെയ്യുന്നതും. ഇത് രണ്ടും ഈ സ്പിരിച്വൽ വാറിനോട് കണക്ട് ചെയ്ത് പറയേണ്ട ക്ലാസ്സുകളാണ്. ഇപ്പം നമ്മൾ ഈ എടുക്കുന്ന സബ്ജക്റ്റ് പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകൾ ഉയർത്തുന്നു എന്നുള്ള വാക്യത്തിൽ നിന്നും 83-ാം സങ്കീർത്തനത്തിലെ 10 ജാതീയ കൂട്ടുകെട്ടും ഇസ്രയേൽ ഒരു ജാതിയാകാതെ വണ്ണം അവരെ മുടിച്ചു കളക എന്നുള്ള ഒരു ഉഗ്രശപഥം അവർ രഹസ്യമായിട്ട് എടുത്ത സബ്ജക്റ്റിൽ നിന്നാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയേക്കുന്നത്. പക്ഷേ ഇതെല്ലാം കണക്ട് ചെയ്ത് ഇതെല്ലാം വരുമ്പോൾ ആൻറ്റി ക്രൈസ്റ്റും അന്ത്യകാലവും 1, 2, 3 ലോകമഹായുദ്ധങ്ങളും ഇതെല്ലാം ഇതിനകത്ത് വരുന്ന സബ്ജക്റ്റുകളാണ്. എല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയാൽ വർഷങ്ങളെടുത്താൽ ഈ ക്ലാസ് തീരത്തില്ല. പ്രത്യേകിച്ച് അരമണിക്കൂർ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സായിട്ട് ഒരു 4 hours 5 hours ക്ലാസ് ആക്കണം. അപ്പോഴേ നമുക്ക് ഈ സബ്ജക്റ്റ് എല്ലാം ഒരുമാതിരിയെങ്കിലും ഒരു 2-3 മാസം കൊണ്ട് തീർക്കാൻ പറ്റുകയുള്ളൂ. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷേ ലൂസിഫറിനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അല്ല. അത് എസെക്കിയേൽ 28-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. അവനെ 9 വിധ രക്തങ്ങളും അവൻ്റെ ജോയിൻസിലെല്ലാം തടങ്ങള് കൂട്ടുകളെന്നാണ് പറയുന്നത്. അവിടെ മുഴുവൻ സ്വർണം അല്ലെങ്കിൽ ബംഗാരം തെലുങ്കിൽ അല്ലെങ്കിൽ ഗഹനായി ഹിന്ദിയിൽ ആഭരണങ്ങൾ കൊണ്ടാണ് അവനെ സൃഷ്ടിച്ചത്. ഈ 9 വിധ രത്നങ്ങൾ ഈ ജോയിൻസിലെല്ലാം ആഭരണം ഇതെല്ലാം ഇട്ട് അവനെ ഇങ്ങോട്ട് വിടുകയായിരുന്നു. പിശാചിന് മനസ്സിലായി മനുഷ്യ സൃഷ്ടി കണ്ടപ്പോൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് മണ്ണ് കുഴച്ചെടുത്തിട്ട് ദൈവം അവനെ ഒരു രൂപമാക്കി അങ്ങോട്ട് മെടഞ്ഞ് എടുത്തിട്ട് ദൈവം അവൻ്റെ മൂക്കിലേക്ക് ജീവാണുവിനെ ഊതുകയാണ്. ജീവശ്വാസം ഊതുന്നു അല്ലെങ്കിൽ ജീവാണുവിനെ ഊതുന്നു. അങ്ങനെ മനുഷ്യൻ ദൈവത്തിൻ്റെ മക്കളാകുന്നു. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വംശപാരമ്പര്യം പറയുമ്പോൾ ആദാം ദൈവത്തിൻ്റെ മകനെന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ വെട്ട് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി മനുഷ്യൻ. അത് ആദമും ഹവയും മാത്രമല്ല, പിന്നെ ഇങ്ങോട്ട് നമ്മളിലുള്ള പലരിലും അത് വന്നു. അങ്ങനെ ഏതാണ്ട് ഏനോഷിൻ്റെ കാലം വരെ വന്നു.
ഏതാണ്ട് 365 വർഷം ആദം പാപം ചെയ്തതിന് ശേഷം യഹോവയുടെ നാമത്തിലുള്ള നല്ല ആരാധന ഈ ഭൂമിയിൽ തുടങ്ങുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 26-ാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയപ്പോൾ പിശാച് ഇത് മുഴുവൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എഫേസ്യരിൽ വാഴ്ചകളുണ്ട്, അധികാരമുണ്ട്, അന്ധകാരത്തിൻ്റെ ലോകാധിപതികളുണ്ട്, സ്വർലോകങ്ങളെ ദുഷ്ടാത്മ സേനയുണ്ട്. അവനുമുണ്ട് സ്പൈ വർക്കും കമ്പ്യൂട്ടർ ശൃംഖലയും മെസ്സേജുകൾ കൊടുക്കുന്നതും ഓരോരുത്തരുടെ റിപ്പോർട്ടിങ്ങും ഓരോരുത്തർക്ക് ഫോൾഡേഴ്സും എല്ലാം അവൻ്റെ കമ്പ്യൂട്ടറിലുമുണ്ട്. പ്രത്യേകിച്ച് ഈ ആരാധന കണ്ടു കഴിഞ്ഞപ്പോൾ പിശാചിന് കുറച്ചുകൂടെ ഹാലിളകി, അല്ലെങ്കിൽ അവന് കുറച്ചുകൂടെ കോപം വന്നു. അങ്ങനെയാണ് അവൻ ഈ ജനത്തെ വീഴിക്കാനുള്ള പദ്ധതി ഒരുക്കുന്നത്. ഞാനിതിൻ്റെ ജസ്റ്റ് സമ്മറിയാണ് ഇപ്പോൾ പറഞ്ഞത്. അത് വിശദീകരിച്ച് നമുക്ക് വാക്യങ്ങൾ വെച്ച് പഠിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇവൻ തന്ത്രങ്ങൾ മെനഞ്ഞു എങ്ങനെ മനുഷ്യനെ വീഴിക്കാം. അങ്ങനെ ഇവൻ നിമ്രോദിലേക്ക് വരികയാണ്. നിമ്രോദിൽ ഇവിടെ അതിൻ്റെ മർമ്മങ്ങൾ ഒത്തിരി പറയേണ്ടതുണ്ട്. പക്ഷേ 10-ാം അധ്യായത്തിലേക്ക് പോകുന്നു. 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിച്ചാൽ, കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുൻപാകെ നായാട്ടുവീരൻ. ഈ നായാട്ടുവീരൻ എന്ന് പറയുന്നതൊക്കെ അർത്ഥമാണ്. ആരെയാ നായാടി വേട്ടയാടി പിടിച്ചെന്നൊക്കെ നമ്മൾ പഠിക്കണം. അത് മനുഷ്യരെയാവും പിടിച്ചത്. നായാട്ടുവീരൻ എന്ന് പറയുന്നത് മനുഷ്യരെയാണ്. മാനത്തോടിരിക്കേണ്ട മനുഷ്യൻ വിവേകഹീനനായപ്പോൾ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ദൈവകൃപ വിട്ട് ദൈവദേശം വിട്ട് കള്ളും കഞ്ചാവും പെണ്ണും കേസും വിഗ്രഹാരാധനയുമായവരാണ് ഈ മൃഗങ്ങളായത്. മനുഷ്യമൃഗങ്ങൾ, ബീസ്റ്റ് എന്ന് വേണേൽ പറയാം. അവരെയാണ് ഇവൻ നായ അടിപ്പിടിക്കുന്നത്, വേട്ടയാടി പിടിക്കുന്നത്. അവൻ്റെ പൂണിയിലാക്കി, അവൻ്റെ ആരാധനാ വലയത്തിലാക്കി. നിമ്രോദിൻ്റെ ഭാര്യയായിരുന്നു സെമീറാമീസ്. അവളെക്കുറിച്ചാണ് എസെക്കിയേൽ പ്രവചനത്തിലും യിരെമ്യാ പ്രവചനത്തിലും പറയുന്ന ആകാശരാജ്ഞി. അവരുടെ മകനാണ് തമ്മൂസ്. ആ തമ്മൂസാണ് സൂര്യദേവൻ. എസെക്കിയേൽ പ്രവചനത്തിലും യിരെമ്യാ പ്രവചനത്തിലും കാണാം. അവർ ദേവാലയത്തിന് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് തമ്മൂസിനെ ആരാധിച്ചു. അവർ സ്ത്രീകൾ തമ്മൂസിന് അടയുണ്ടാക്കി കൊണ്ടുപോയിരുന്നു. ആര്? ഈ ഇസ്രയേൽ ജനം പോലും തിരിഞ്ഞുപോയി. അങ്ങനെ പിശാച് അവൻ്റെ ഭയങ്കരമായ പ്രവർത്തനം തുടങ്ങി. അതിലെ ഒരു പ്രവർത്തനമായിരുന്നു ആഭരണമെന്നുള്ളത്. കാരണം ഇത് ദൈവം മനുഷ്യന് കൊടുത്തതോ ദൈവം കൽപ്പിച്ചതോ ഒന്നുമല്ല. ചുമ്മാതെ അതും ഇതും പറഞ്ഞ് വിവരമില്ലാതെ, വചനത്തിൻ്റെ ആഴങ്ങൾ അറിയാതെ, മിസ്രൈമിൽ നിന്ന് പോയപ്പോൾ കടം മേടിച്ച് ധരിച്ചോളാൻ പറഞ്ഞുകൊണ്ട് പിന്നെ ധരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്നൊന്നും പറയുന്നതിൻ്റെ അതിനെക്കുറിച്ച് അതിൻ്റെ ആഴങ്ങൾ അറിയാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്. അവരോടൊക്കെ ഓർത്ത് ഞങ്ങൾക്ക് സഹതാപമുള്ളൂ, പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ. മനസ്സിലാകണമെങ്കിൽ നിഴലും പൊരുളും ആഴങ്ങളും മനസ്സിലാകുന്നവർക്കേ ഇത് മനസ്സിലാകുകയുള്ളൂ. ഈ ആഭരണം വന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവർ ബാബിലോണിലും സൂറിലും തുടങ്ങിയ ആരാധനയിലെ ദേവീദേവന്മാരുടെ സിമ്പലാണ് ഈ ആഭരണങ്ങളെല്ലാം. അത് മാത്രമല്ല, ശ്രദ്ധിച്ചോണം, ഈ എസെക്കിയേൽ 28 പറയുന്നത് അവൻ്റെ തടങ്ങളിലും കൂട്ടുകളിലുമായിരുന്നു പൊന്നു ആഭരണം ഉണ്ടായിരുന്നത്. അതേസമയം മനുഷ്യനിലെയും തടങ്ങളിലും കൂട്ടുകളിലെ ജോയിൻ്റ് തിരിയുന്നിടത്ത്, കയ്യിൽ ഇവിടെ മോതിരങ്ങൾ, നമ്മുടെ അരയ്ക്ക് അരിഞ്ഞാണം, അതുപോലെ തന്നെ പാദസ്വരം, ഇതെല്ലാം ജോയിൻസിലും തടവും. കാരണം ഒരു തടം വേണം, ഒരു ചെറിയ തടവ് വേണം. അതെൻ്റെ സമാഗമന കൂടാരം എന്ന് പറയുന്ന യൂട്യൂബ് ക്ലാസ്സിൽ ഏതാണ്ട് 9 എപ്പിസോഡ് ഞാൻ ഈ ആഭരണത്തെക്കുറിച്ച് എടുത്തിട്ടുണ്ട്. വേണ്ടിയവരെന്നെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ആ എപ്പിസോഡുകളുടെ നമ്പർ അവിടെ ഇടാം. നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി ജോർജ് വർഗീസ് വെണ്ണിക്കുളം ഗ്യാപ്പില്ലാതെ അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കിട്ടും, അവിടെ നിങ്ങൾക്ക് ഇത് കാണാമെന്നതാണ്. അങ്ങനെ സാത്താൻ അവൻ്റെ യാത്ര നടത്തി നിമ്രോദ് സെമീറാമിസിൻ്റെ വിഗ്രഹാരാധന ബാബേലിൽ തുടങ്ങി. അത് നമുക്കറിയാമല്ലോ. നിമ്രോദും കൂട്ടരും പോയി ബാബേലിൽ, നിനവയും ബാബേലിൽ അവർ പോയി ഗോപുരം പണിയുന്നു. അവിടെയാണ് വിഗ്രഹാരാധന തുടങ്ങുന്നത്. അവിടെ നിന്നാണ് രണ്ടാമത്തെ ഹെഡ് ഓഫീസായിട്ട് ഇവർ സൂറിനെ മാറ്റുകയാണ്. ഇന്നത്തെ മധ്യധരണിക്കടലിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ടയർ അല്ലെങ്കിൽ സൂർ എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. നിങ്ങൾക്ക് ബൈബിൾ മാപ്പിൽ നോക്കിയാൽ അറിയാം. സോ ഇൻ്റർനെറ്റ് ഓൾസോ യു ക്യാൻ സെർച്ച് ആൻഡ് യു വിൽ ഗെറ്റ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് സൂർ കിട്ടും. അത് കടലിലോട്ട് ഇറങ്ങിക്കിടക്കുന്ന ഒരു ദ്വീപ. 10-20 കിലോമീറ്റർ ഇതിനിടയ്ക്കൂടെ പോകണം ആ ദ്വീപിലേക്ക്. അവിടെയാണ് ബാലിൻ്റെ പ്രതിഷ്ഠയായിരുന്നു പ്രധാനമായിട്ട്. അതുകൊണ്ട് അവിടുത്തെ രാജാവിൻ്റെ മകളെയാണ് ആഹാബ് രാജാവ് കല്യാണം കഴിക്കുന്നത്. അവിടെ പേര് തന്നെ യദ്ബാലിൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ ബാലിൻ്റെ അപ്പൻ എന്നുള്ള അർത്ഥത്തിൽ ആ പേര് വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ കണക്റ്റഡായിട്ട് കാര്യങ്ങൾ കിടക്കുക. അങ്ങനെ പിശാച് ജനത്തെ മാക്സിമം ലോകമോഹങ്ങളിട്ട് തകർത്തു.
ഇവിടെ ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായിട്ട് ചിന്തിക്കരുതെന്ന് വാക്യമുണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ അലങ്കാരങ്ങളൊക്കെ പറ്റുമോ ദൈവമക്കളെ? നമ്മൾ വഞ്ചിക്കപ്പെടരുത്. ദൈവം ഒരു പ്രത്യേക കൂട്ടമായിട്ടാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. നമ്മൾ ഈ വിഗ്രഹത്തിൻ്റെ സിമ്പലെല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് അതിനൊന്നും കുഴപ്പമില്ലെന്ന് പഠിപ്പിച്ചാൽ അതൊക്കെ എവിടെ ചെല്ലുമെന്ന് അവരൊരു ചിന്തയിൽ ഞാൻ കണ്ട സത്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഇവരാണ് ഈ ആഭരണം കൊണ്ടുവന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകണമെങ്കിൽ നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് പോകും. യെശയ്യാവ് 3-ാം അധ്യായം. ഞാനത് മലയാളത്തിൽ നമുക്ക് അത്രയും മനസ്സിലാകില്ല, എന്നാൽ തെലുങ്കിലുള്ള 2-3 പദമൊന്ന് പറയാം. ഇവിടെ കൊടുത്തിരിക്കുന്ന യെശയ്യാവ് 3:17 മുതൽ യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും, യഹോവയുടെ ഗൂഹ്യ പ്രദേശങ്ങളെ നഗ്നമാക്കും. അന്ന് കർത്താവ് അവളുടെ കാൽച്ചിലമ്പുകളുടെ അലങ്കാരം, അവളുടെ നെറ്റിപ്പട്ടം എന്ന് പറയുന്ന സൂര്യബിംബഭൂഷണമുലു, സൂര്യബിംബത്തിൻ്റെ അതാണ് ഈ ലോക്കറ്റ്, കിരണങ്ങൾ പോലെ ഇങ്ങനെ കാണുമല്ലോ, അത് സൂര്യബിംബ ദേവൻ്റെ സിമ്പലാണ്. ഇതാണ് ബാബിലോണിൽ നിന്നും സോറിൽ നിന്നും പിന്നെ മിസ്രൈമിൽ നിന്നും എല്ലാം ഇവർക്ക് കിട്ടിയത്. ഇവരത് മോഹിച്ചതാ. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ സമാഗമന കൂടാര ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് ഈ ആഭരണം കിട്ടിയെന്നും അതുപോലെ ദർപ്പണക്കണ്ണാടി ഇവർക്ക് എങ്ങനെ കിട്ടി. ദൈവം പറഞ്ഞല്ലോ ദർപ്പണക്കണ്ണാടി, പക്ഷെ ഇവരവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ടാണ് പിന്നെ സമാഗമന കൂടാരത്തിൻ്റെ മുൻപിലുള്ള ദർപ്പണ തൊട്ടി ഉണ്ടാക്കുന്നത്. സൂര്യബിംബഭൂഷണമേലു ചന്ദ്രവെങ്കൽനു, ചന്ദ്രവെങ്കൽനു എന്ന് വെച്ചാൽ ഈ ചന്ദ്രദേവിയായിരുന്നു സെമീറാമീസ്. അതുപോലെ തന്നെ സൂര്യദേവനായിരുന്നു തമ്മൂസ്. അവരുടെ സിംബോളിക്കായിട്ടുള്ള ആഭരണങ്ങൾ, സിംബലായിട്ടുള്ള ആഭരണങ്ങൾ ഇവിടെ പല വിധത്തിലുണ്ടാക്കി അതവർ സെയിൽ ചെയ്യുമായിരുന്നു. ഇന്നത്തെ കാലത്ത് ചില പള്ളിയുടെ മുൻപിലും ചില മന്ദിരങ്ങളുടെയൊക്കെ മുൻപിൽ പോയാൽ അവിടെ നമുക്ക് ഇതൊക്കെ കിട്ടും. അത് കയ്യെ കെട്ടിയാൽ രക്ഷയുണ്ട്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാക്കാത്തത് ഇത് അണിഞ്ഞുകൊണ്ട് നടത്താൻ രക്ഷയുണ്ടെന്ന് പറഞ്ഞ ദുഷ്ടകഥകൾ, മിഥ്യാകഥകളൊക്കെ പ്രചരിപ്പിച്ച് ജനം അതിനകത്തങ്ങ് വീടുപോകും. കാരണം ഒരു കുഞ്ഞുണ്ടാകാതിരിക്കുന്ന ആളിനോർക്കും അവരോർക്കും ഇതൊന്ന് കെട്ടിയാൽ ഒരു കുഞ്ഞിനെ കിട്ടുമെങ്കിൽ അത്രയും മാട്ട് എന്നൊക്കെയുള്ള പിശാചിൻ്റെ ഭയങ്കര തന്ത്രങ്ങളായത്. ഈ തന്ത്രങ്ങളിൽ കൂടി ജനത്തെ ഇവർ വീഴിച്ചു. ഈ നിമ്രൂദും സെമീറാമീസും തമ്മൂസും കൂടി. അത് ഏതാണ്ട് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ തൊട്ട് തുടങ്ങിയതാണ്. അവിടുന്ന് ഇങ്ങോട്ട് ജനം മുഴുവൻ വീണു. ഈ സാത്താൻ അവൻ്റെ വലിയൊരു ശൃംഖല ഇവിടെ കെട്ടിപ്പടുത്തി. ഇതിനിടയിൽ 1-2 കാര്യങ്ങളോട് ഞാൻ ഓർപ്പിച്ചോട്ടെ. ഈ ദൂതന്മാർ സ്വർഗത്തിൽ വന്നത് കൂടാതെ പിന്നെയും ചില ദൂതന്മാർ ഭൂമിയിലേക്ക് വന്നത് 2 പത്രോസ് 2:4 പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂദായുടെ ലേഖനം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആഴമായ സബ്ജക്റ്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ സാത്താൻ്റെ ക്ലാസ് വരുമ്പോൾ പഠിക്കേണ്ടതാണ്. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ ശാസിച്ച് പന്നിക്കൂട്ടങ്ങളിലേക്ക് ആ ഭൂതങ്ങളെ വിടുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നുവോ? അപ്പോൾ സമയത്തിന് മുൻപേ ദണ്ഡിപ്പിക്കാൻ വന്നെന്ന് ചോദിക്കുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഈ പിശാചിനറിയാം. നിന്റെ വാക്കല്ലേ, കാരണം ബൈബിള് മുഴുവൻ പിശാചിനറിയാം. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവം താൻ തന്റെ സ്വഭാവത്തെ ത്യജിക്കത്തില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ദൈവം ഒന്ന് പറഞ്ഞാൽ പറഞ്ഞതാ. ദൈവം പിന്നെ വാക്കുമാറത്തില്ല. പിശാച് ഭോഷ്കിന്റെ പിതാവാ. അവൻ എപ്പോഴും തന്ത്രങ്ങൾ മെഞ്ഞോടിക്കും. അവൻ അപവാദി എന്ന് അവനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ അവൻ്റെ പരിപാടി എല്ലാവരെയും കുറിച്ചും അപവാദം പറയുക, കള്ളത്തര പരിപാടികളേ ഉള്ളൂ. പക്ഷേ ദൈവവും അവനുമായിട്ട് എന്തോ ഒരു എഗ്രിമെൻ്റ് എന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞാൽ, കാരണം അത് ഈ ഭൂതങ്ങൾ പറഞ്ഞു വെച്ചാണ് ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, പല തെളിവുകളും അതിനുണ്ടല്ലോ. യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ 40 ദിവസം വരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനോട് പറയുന്നുണ്ട്, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇതെല്ലാം തരാം. ലോകം അവൻ്റെ അധീനതയിലാണെന്ന് വാക്യമുണ്ട്. അപ്പം അതെല്ലാം കറക്റ്റാണല്ലോ, ലോകം അവൻ്റെ അധീനതയിലാണല്ലോ. പക്ഷെ അതിനിടയിൽ എന്തിനാ ഇതിങ്ങനെ വെച്ചിരിക്കുന്നു? ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ജനമേ, നമ്മളെ ദൈവം ഒരു റൂമിൽ അടച്ചിട്ട് വളർത്തിയാൽ നമ്മളെങ്ങനെ പാപം ചെയ്യുന്നത്?
നമ്മുടെ മുൻപിൽ എല്ലാ പാവങ്ങളും വെച്ചിരിക്കുക. എന്നിട്ട് നിനക്ക് സെലക്ഷൻ തന്നിരിക്കുകയാണ്. ഏതാണ് നിനക്ക് വേണ്ടത്? നിനക്ക് വചനം തന്നിട്ടുണ്ട്. ആ വചനപ്രകാരം നിനക്ക് ദൈവത്തെ ആരാധിച്ച് ജീവിക്കാൻ പറ്റുമോ? വചനപ്രകാരം നിനക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കുക. അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ മക്കളായിട്ട് സെലക്ട് ചെയ്യപ്പെടും. അതേസമയം നിനക്ക് ഈ ലോകമോഹങ്ങളെല്ലാം വേണം, നിനക്ക് ഈ ആഡംബരവും വേണം, അലങ്കാരവും വേണം, മദ്യവും വേണം, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ സാത്താൻ്റെ മക്കളായിട്ട് മാറുന്നത്. അങ്ങനെയാണ് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി പോകുന്നു, അവൻ മൃഗമാകുന്നു, അവനെ ഈ പൈശാചിക പോരുകൾ വേട്ടയാടുന്നു. നിമ്രോദിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഈ പൈശാചിക കൂട്ടുകെട്ടുകൾ അവർ നമ്മളെ വേട്ടയാടുന്നു. അങ്ങനെ മനുഷ്യൻ പാപത്തിൽ വീണുപോകുന്നു. ഇവർക്കറിയാം ദൈവം വാക്ക് മാറത്തില്ലെന്ന്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നുപോകും. നമുക്കറിയാം സാത്താനെ 1000 ആണ്ടേക്ക് ബന്ധിക്കുന്നു, 1000 ആണ്ട് കഴിഞ്ഞ് അഴിച്ചുവിടുന്നു. വീണ്ടും അവൻ യുദ്ധത്തിന് വേണ്ടി ഗോഗ് മാഗോഗ് പാർസികളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒരു പരമ്പര സംഭവം നടക്കുന്നു. ഇന്നലെ പറഞ്ഞ പോലെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നു, സംഭവിച്ചു തീർന്നു. അപ്പോൾ അതുവരെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അതിനകത്താണ് ഇവൻ അവൻ്റെ ശൃംഖല കെട്ടി ഒരു പ്രതിപക്ഷം എന്ന പോലെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ പലവിധ പ്രലോഭനങ്ങളിട്ട്, ലോകമോഹങ്ങളിട്ട്, എന്ന് വേണ്ട കളറിട്ട്, ആഭരണമിട്ട് ഇങ്ങനെ മനുഷ്യനെ അങ്ങോട്ട് വീഴിക്കാൻ തുടങ്ങി. അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഈ സാത്താൻ്റെ ഒരു ക്ലാസ് അല്ല ഞാൻ എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഈ പോരുകൾ വന്നപ്പോൾ, അല്ലെങ്കിൽ മിഖായേലും പാർസിപ്രഭുവുമുള്ള യുദ്ധം വന്നപ്പോൾ ഒരു ചെറിയ വിവരണം വിവരിച്ചു പോവുകയാണ്. എപ്പോഴെങ്കിലും വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുൾ ക്ലാസ് എടുക്കാം. ഇങ്ങനെ അവൻ്റെ വലിയൊരു ശൃംഖല കെട്ടിപ്പടുത്ത് വെച്ചിരിക്കുകയാണ്. അതാണ് വാഴ്ചകൾ, അധികാരം, അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, അതിൻ്റെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അതൊരു വലിയ സേനയാണ്. ആ സേന പലയിടത്തുമുണ്ട്. അതിനകത്ത് തന്നെ പല ഉപവിഭാഗങ്ങളുണ്ട്. സ്പൈ വർക്ക് ചെയ്യുന്നവരുണ്ട്, മൊസാദ് പോലൊക്കെ സ്പൈ, അതിലൊക്കെ ശ്രേഷ്ഠമായ സ്പൈ വർക്കാണ് ഇത്. അവർക്ക് കമ്പ്യൂട്ടർ ശൃംഖലയുണ്ട്, മെസ്സേജുകളുണ്ട്. ഇതെല്ലാം സ്വർഗത്തിൽ നിന്ന്, ഈ ടെക്നോളജികളിലെല്ലാം വന്നിരിക്കുന്നത്. നേരത്തെയുള്ള എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ എൻ്റെ പടങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ മനസ്സ് വായിച്ചെടുക്കാവുന്ന ടെക്നോളജിയിലേക്ക് വരിക, അതൊക്കെ വന്നു കഴിഞ്ഞു. പക്ഷേ ഇസ്രയേലും അമേരിക്കയും ഒന്നും അത് പുറത്തോട്ട് വിടുന്നില്ല ഇപ്പം. അതൊക്കെ ഇനിയിപ്പോൾ പുറത്തോട്ട് വരും. അതൊക്കെ ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണകാലത്ത് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്, ആൻറ്റി ക്രൈസ്റ്റിന് എതിരായിട്ട് ആരെങ്കിലും ചിന്തിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ അവൻ്റെ ആൾ വരും. നിങ്ങൾ ഒരു കുഞ്ഞിനോടും പറയണ്ട, ഒരു ഫോണും ചെയ്യണ്ട, മനസ്സിൽ ചിന്തിച്ചാൽ മതി ഇവൻ അഹങ്കാരമാണ് കാണിക്കുന്നത്, ഇവൻ ആൻറ്റി ക്രൈസ്റ്റ് ആണ് എന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ വീട്ടിൽ ആൾ വരും. കാരണം അത് മനസ്സിലാക്കാനുള്ള ഒരു ടെക്നോളജിയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, അതിനെക്കുറിച്ച് വേണേൽ അതിൻ്റെ കുറേ എവിഡൻസൊക്കെ ഞാൻ അങ്ങോട്ട് തരാം. 661 ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ 4 അധികാര ഭാഗങ്ങൾ ഇവിടെ വലയം ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒരു ഭാഗം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള സംഭവങ്ങൾ ഞാനൊന്ന് പറഞ്ഞ് വായിച്ച് പെട്ടെന്ന് അങ്ങ് പോകാം. 6-ാം രാജാവ് ഇസ്രയേലിനോടൊരു യുദ്ധത്തിന് വരികയാണ്. അദ്ദേഹത്തിൻ്റെ വാർ റൂമിലിരുന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കമാൻഡേഴ്സും മിലിറ്ററി കമാൻഡേഴ്സും എല്ലാം കൂടെ ഈ വാർ പദ്ധതി തയ്യാറാക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഇവരൊരു പദ്ധതി ഇട്ട് ഇന്ന സ്ഥലത്തൂടെ കയറണം, ഇന്ന സ്ഥലത്തൂടെ പോകല്ലേ, 2 ഗ്രൂപ്പായി പോകണം, ഇങ്ങനെ പല യുദ്ധതന്ത്രങ്ങളുണ്ടല്ലോ. അത് ഇവരുടെ വാർ റൂമിൽ അല്ലെങ്കിൽ ഇവരുടെ ശയനഗ്രഹത്തിലിരുന്ന് പറയുമ്പോൾ ഈ സംഭവം ഇസ്രയേൽ രാജാവിന് അതുപോലെ മനസ്സിലാക്കിയിട്ട് ഇവരുടെ ശത്രു ഏത് ഭാഗത്തൂടെ അല്ലെ ഇവർ വരുന്നോ അവിടെ മിലിറ്ററിയെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ട് അവിടെ യുദ്ധം ഘടിപ്പിച്ച് ഇവരെ തോൽപ്പിക്കുക, ആരാം രാജാവ് തോൽക്കുക. അങ്ങനെ വന്നപ്പോൾ ആരാം രാജാവിൻ്റെ സംശയം വന്നു, നമ്മുടെ ഇടയിൽ ആരാണ് ഈ രഹസ്യം ചോർത്തി കൊടുക്കുന്നത്? അവൻ്റെ ഭൃത്യന്മാരിൽ ഒരു യജമാനായ രാജാവെ, കാര്യം അങ്ങനെയല്ല, അങ്ങ് പറയുന്ന പോലെ ഞങ്ങളാരും സ്പൈ വർക്ക് നടത്തുന്നതല്ല. നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രയേലിലെ പ്രവാചകനായ ഏലീശ ഇസ്രയേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 6-ാം രാജാവിന് ഭയങ്കര കോപമായി. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, അടുത്ത ഒരു ഗ്രൂപ്പിനെ അങ്ങോട്ട് വിട്ടു, ഒരു പ്രത്യേക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അങ്ങോട്ട് വിട്ടു, അവനെ പിടിച്ചുകൊണ്ട് വരാൻ. നമ്മൾ SIT എന്നൊക്കെ പറയത്തില്ലേ, SIT എന്നൊക്കെ പറയുന്ന പോലെ പുതിയ ടീമാണ്. കേരളത്തിൽ കുറേ SIT ഉണ്ട്, ഒരു കാര്യം നടക്കുന്നില്ലെന്നുള്ള വേറൊരു കാര്യം.
അവർ ചെന്ന് ഇദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടിയൊക്കെ പോവുക, അങ്ങനെ സൈന്യവുമായിട്ടൊക്കെ ചെല്ലുക. ഈ ഏതോ മലയിടുക്കിലാണല്ലോ നമ്മുടെ ഈ എലീശ താമസിക്കുന്നത്. കാരണം ദൈവദാസന്മാരൊക്കെ അങ്ങനെ വളരെ ലളിതമായ ജീവിതമായിരുന്നു ആദ്യകാലങ്ങളിൽ. പെന്തക്കോസ് കോളത്തിലെ പാസ്റ്റർമാരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴാണ് ഈ സമ്പന്നതയും അനുഗ്രഹങ്ങളും മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിലേക്കും ഒക്കെ മാറിയത്. പിശാചിൻ്റെ തന്ത്രമായിട്ട് ജനത്തെ അങ്ങ് തിരിച്ചു. അപ്പോൾ ഇവരൊരു മലമുടുക്കിലോ ചെറിയ കുടിലോ വീടോ ഒക്കെ വെച്ചിട്ട് താമസിക്കുമ്പം അവിടെ വലിയ വേലക്കാരോ ജോലിക്കാരോ ഒന്നുമില്ല. ഇപ്പം നമ്മുടെ പാസ്റ്റർമാർ വീട്ടിൽ വിശ്വാസികൾ 4-5 പേര് കാണും. ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം കണ്ണൊക്കെ തിരുമ്മി രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്ന കണ്ടു. അപ്പോൾ അദ്ദേഹം തിരിച്ചോടി വീട്ടിനകത്ത് ചെന്ന് എലീശായോട് പറയുകയാണ്, അയ്യോ യജമാനെ, ആകെ പ്രശ്നമായി, നമ്മളെ മൊത്തം മിലിറ്ററി വളഞ്ഞിരിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത്, ആകെ പ്രശ്നമാകുമല്ലോ എന്ന് പറഞ്ഞു. ഒരു വിശ്വാസിയായ ദൈവ പൈതൽ അങ്ങനെയാണ്. എന്ത് വന്നാലും വരട്ടെന്നേ, വരുന്ന പോലെ വരട്ടെ, നോ പ്രോബ്ലം, എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണേ നടക്കും. സാധാരണ ചിലർ പറയും നടക്കത്തില്ല, ദൈവം നടത്തത്തില്ലെന്നൊക്കെ പറയും. അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അങ്ങനെ നടക്കത്തില്ലെന്നൊക്കെ പറഞ്ഞെടുത്ത് പലയിടത്തും നടന്നിട്ടുണ്ട്. കാരണം പൗലോസിനെ വലിച്ചഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, ആരേതാ രാജാവ് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്, കൊട്ടയിൽ കെട്ടിയിറക്കി പത്രോസിനെയും മറ്റും വിട്ടിട്ടുണ്ട്, കപ്പൽ ഛേദങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചിലത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും. അതിനെതിരായിട്ടൊന്നും നമ്മൾ നിന്നിട്ട് കാര്യമില്ല. ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവം ചെയ്യട്ടെന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനെ അവൻ പേടിക്കേണ്ട, നമ്മോടുകൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം. അപ്പോൾ എലീശയ്ക്കറിയാം ഇവിടെ സംഭവം ഉണ്ടെന്ന്. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു, എലീശയുടെ ചുറ്റും അഗ്നിമയ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അവരുടെ ബുദ്ധിയെ കെടുത്തിക്കളി. ദൈവത്തിൻ്റെ വേല നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധിയെ കെടുത്തിക്കളി, അവരുടെ ഓർമ്മശക്തി കെടുത്തിക്കളി, അവർ അന്ധതയിലായിപ്പോവും. എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളവർക്കും അതറിയാം. 17-ാം വാക്യം, എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുക. ഇവര് ദൂരെ വന്ന് പട്ടണത്തിൽ നിൽക്കുക, അപ്പൊ ചുറ്റും അഗ്നിമയ രഥങ്ങൾ കൊണ്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സംഭവം അന്നും ഇന്നും ഉണ്ട് ഈ അറ്റ്മോസ്ഫിയറിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ ഇന്ന് പറയാം, നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റത്തില്ല. ചില മൃഗങ്ങളുടെ കണ്ണിൽ ഇത് പെടുന്നുണ്ട്. കാരണം നമ്മുടെ കണ്ണിനെക്കാട്ടിലും എന്തോ വ്യത്യാസം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞങ്ങ് വിടാം. ഞാൻ എൻ്റെ ലോക്കൽ ക്ലാസ്സിൽ ഞാൻ കുറച്ചുകൂടെ ആ ഭാഗം വിവരിക്കും. നമ്മുടെ കണ്ണിന് എന്താണ് ആ കാഴ്ച ഇപ്പോൾ ദൈവം അടച്ചു വെച്ചിരിക്കുന്നത്, മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിത് കണ്ട് ജീവിച്ചാൽ നമുക്ക് പേടിയോ ഭയമോ അല്ലെ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. തൽക്കാലം അതുകൊണ്ട് നമ്മുടെ കണ്ണിത് പെടത്തില്ല. പക്ഷെങ്കിൽ ഇത് നമ്മുടെ ചുറ്റും ഈ 2 പവർ നിൽക്കുക. ദൈവത്തിൻ്റെ രഥങ്ങളും കുതിരകളും അഗ്നിമയ രഥങ്ങളും നമ്മുടെ സപ്പോർട്ടായി നിൽക്കുമ്പോൾ ആകാശമണ്ഡലത്തിൽ വാഴ്ചകളും അധികാരങ്ങളും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളും പിന്നെ ദുഷ്ടാത്മസേന, ആ സേനയ്ക്ക് പല ഉപവിഭാഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമുണ്ട്, ആർട്ടിലറി ഉണ്ട്, സപ്പോർട്ടിംഗ് സിസ്റ്റം ഗ്രൂപ്പുണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളാണ് ഉള്ളത്. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി തന്നെ നോക്കിയാൽ ഒത്തിരി മുന്നേ പോയി ഫൈറ്റേഴ്സ് ഉണ്ട്, ബോർഡർ സെക്യൂരിറ്റി ഉണ്ട്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനുമോ ചൈനയുമായിട്ടൊരു പ്രശ്നം വരുമ്പോൾ ബോർഡറിൽ നിന്ന് അവരിങ്ങ് മാറിക്കൊടുക്കുക. അപ്പോൾ പിന്നാണ് ആർട്ടിലറിയും മിലിറ്ററിയും ഫൈറ്റേഴ്സ് കയറി ചെല്ലുന്നത്. അപ്പോൾ അവരുടെ പുറകിൽ പല സപ്പോർട്ടിങ് ഗ്രൂപ്പാണ് നിൽക്കുന്നത്. അവർക്ക് ഫുഡ് കൊടുക്കണം, വെള്ളം കൊടുക്കണം, ജ്യൂസ് കൊടുക്കണം, ആർട്ടിലറിയുടെ ഷെല്ല് കൊടുക്കണം, പുതിയ മിഷൻസ് കൊടുക്കണം, ഗണ്ണ് കൊണ്ട് കൊടുക്കണം, പാറ്റൻ ടാങ്ക് കേടായാൽ അതിനെ മാറ്റിയിട്ട് വേറെ റീപ്ലേസ് ചെയ്യണം, ആർട്ടിലറി വാഹനങ്ങൾ കൊടുക്കണം, ടയർ പോയിട്ടുണ്ട് ടയർ എത്തിക്കണം, ഭയങ്കര ഒരു ഫോഴ്സിൻ്റെ പുറകിൽ നിൽക്കണം. മുന്നിൽ 500 പേരാ ഫൈറ്റ് ചെയ്തെങ്കിൽ പുറകിൽ 5000-ഉം 20,000-ഉം നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത്, എങ്കിലേ യുദ്ധം ജയിക്കത്തുള്ളൂ. അങ്ങനെ ഭയങ്കര ഒരു സെപ്പറേറ്റ് സേനയെ ഇവൻ ഒരുക്കിയേക്കുക. അതാണ് പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ പറയുന്നത്, നമ്മുടെ പോരാട്ടമുണ്ടല്ലോ അത് ജഡരക്തങ്ങളോടല്ല. വീട്ടിൽ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുമ്പോൾ ഭാര്യയോടല്ല ദേഷ്യപ്പെടേണ്ടത്,
അവിടെ കുത്തിയിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. മക്കളും അപ്പനെയും കൂടെ പ്രശ്നമുണ്ടാകുന്ന, അയൽവക്കക്കാരനും പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മളവിടെ രമ്യതയുടെ വാക്കും സമാധാനത്തിൻ്റെ വാക്കും ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. ഇതെല്ലാം കൊണ്ടുവരുന്നത് ഈ ലൂസിഫറിൻ്റെ ഈ ഗണങ്ങളാണ്. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കാരണം ഒരു എപ്പിസോഡ് ഒരു 30 മിനിറ്റ് മേളിൽ പോയാൽ ആൾക്കാർക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു എപ്പിസോഡായിട്ട് നീട്ടിയിടാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. ദൈവത്തിൻ്റെ സംരക്ഷണ സേന, അഗ്നിമയ രഥം ഈ ലോകത്തിലുള്ളപ്പോൾ, ഇത് ബൈബിൾ പറയുന്ന, ഞാൻ പറഞ്ഞൊന്നുമല്ല, നിങ്ങൾ വായിച്ചു നോക്ക്. അതേസമയം പൈശാചിക പോരുകളും ദുഷ്ടാത്മസേന ഇവിടെ വലയം ചെയ്തു നിൽക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ കണ്ണുകൊണ്ടത് കാണാൻ കഴിയത്തില്ല. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇവൻ്റെ പ്രലോഭനങ്ങളും തന്ത്രങ്ങളും കൂടി ഇവൻ അനേകരെ അവൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് പെന്തക്കോസ് ഗോളത്തിലും ദുരാചാരങ്ങളും, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന നല്ല ഉപദേശങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വെറും നാമധേയ സഭ പോലെ ഈ ഗോളത്തെ മാറ്റുമ്പോൾ, ഞാൻ ഈ ക്ലാസ് ചെയ്യുന്ന എന്തിനെന്നറിയാമോ? ഒരാളെങ്കിലും രക്ഷപ്പെടട്ടെ, വിശുദ്ധിയിലും വേർപാടിലും വിശ്വസ്തതയും നിൽക്കുവാൻ നിങ്ങൾ തീരുമാനമെടുത്ത് ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. ഈ ക്ലാസിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അത് മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇത് ആക്ച്വലി എടുക്കേണ്ട നിഴലും പൊരുളും എന്ന ഹെഡിങ്ങിലാണ്. എന്നാൽ ഇത് ഞാൻ എടുക്കുന്നത് പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു എന്നുള്ള ഭാഗത്താണ് ഞാൻ ഇത് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾ എല്ലാ തിങ്കളാഴ്ച 1 മണിക്ക് വരുന്ന നിഴലും പൊരുളും എന്ന ആ ക്ലാസ് കൂടെ കേൾക്കണം. ഈ ക്ലാസ്സുകൾ വരുന്നത് എല്ലാ വ്യാഴാഴ്ച 1 മണിക്കാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ചോദിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.